എല്ലാവർക്കും ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് എൻ്റെ VIP ട്രേഡിംഗ് സിഗ്നൽസിലൂടെ നമുക്ക് എല്ലാവർക്കും പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സിഗ്നലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ എൻ്റെ VIP ട്രേഡിംഗ് ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഏപ്രിൽ 30th വരെ ജോയിൻ ചെയ്യുന്നവർക്ക് മന്ത്ലി $10 ആണ് സബ്സ്ക്രിപ്ഷൻ ചാർജ് വരുന്നത്. മെയ് 1 മുതൽ പുതിയതായി ജോയിൻ ചെയ്യുന്നവർക്ക് $15 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ തന്നെ ഏപ്രിൽ 30th തന്നെ ജോയിൻ ചെയ്യാനും റിന്യൂ ചെയ്യേണ്ടവർ അതിനുള്ളിൽ തന്നെ റിന്യൂ ചെയ്യാനായിട്ടും ശ്രമിക്കുക. മൺഡേ ടു ഫ്രൈഡേ ആണ് നമ്മൾ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിൻലി ഡെയിലി ഒരു സിഗ്നലാണ്, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സിഗ്നലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. എൻ്റെ സിഗ്നലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 99% ആക്യുറസി ആണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത്, ഇൻക്ലൂഡിംഗ് TP1 ആണ്. TP1 എന്ന് പറയുന്നത് 20 പിപ്സ്, 30 പിപ്സ്, 40 പിപ്സ്, 50 പിപ്സ് അങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ TP1, TP2, TP3 ആൻഡ് TP4 വരെ ഉണ്ടായിരിക്കും. SL നമ്മളൊരു 10 to 13 ആയിരിക്കും കീപ്പ് ചെയ്യുന്നത്. ഇനി അതിൽ കൂടുതൽ SL വെക്കുകയാണെങ്കിൽ നമ്മൾ TP1, TP2 ഒക്കെ ഹിറ്റ് ആയതിനു ശേഷം കുറച്ചുകൂടി SL കുറച്ച് വെച്ചിട്ടും നമ്മൾ അതിന്റെ ആ ഒരു റിസ്ക് മാനേജ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളൊരു സിഗ്നൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ സ്മോൾ ലോട്ട് സൈസ് യൂസ് ചെയ്യാനായിട്ട് പറയും. അതുപോലെ തന്നെ നമ്മൾ വളരെ വേഗത്തിൽ ഒരുപാട് പ്രോഫിറ്റിന് വെയിറ്റ് ചെയ്യാതെ ക്ലോസ് ചെയ്യാനായിട്ട് പറയും. അതല്ലെങ്കിൽ ചിലപ്പം റോങ് ആയിട്ട് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ലോസിൽ തന്നെ SL ഹിറ്റ് ആകാതെ ക്ലോസ് ചെയ്യാനായിട്ടും പറയും. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മൂവ്മെന്റിൽ ചില വളരെ റെയർ ആയിട്ട് നമുക്ക് SL ഹിറ്റ് ആകുന്ന സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ സമയത്ത് ഒരു TP1 പോലും ഹിറ്റ് ആവാതെ നമ്മൾക്ക് SL ഹിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം തന്നെ റിക്കവറി സിഗ്നൽ കൊടുത്ത് കംപ്ലീറ്റ് റിക്കവർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ഇൻസ്ട്രക്ഷൻസും നമ്മൾ ഫോളോ ചെയ്യണം. ഫോളോ ചെയ്തിട്ട് മാത്രമേ ട്രേഡ്സ് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരു സിഗ്നൽ നമ്മൾ തന്നു കഴിഞ്ഞാൽ അതിൽ അപ്ഡേറ്റ്സ് ഉണ്ടാവും. ആ അപ്ഡേറ്റ്സ് എല്ലാം നമ്മൾ ഫോളോ ചെയ്യുകയും വേണം. എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കുക. പലപ്പോഴും ആളുകൾ ചോദിക്കുന്നുണ്ട്, ഒരു സിഗ്നലേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, ഇത് 24/7 മാർക്കറ്റ് അല്ലേ, എങ്ങനെ ഒരു സിഗ്നൽ പ്രൊവൈഡ് ചെയ്താൽ അതിൽ കൂടുതൽ ട്രേഡ്സ് നമുക്ക് എടുക്കാൻ പറ്റില്ല? നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും, പക്ഷെ ഞാൻ ഒരിക്കലും ഓവർ ട്രേഡ്സിന് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ല. കാരണം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എൻട്രി കിട്ടി ഒരു പെർഫെക്റ്റ് ട്രേഡ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ട്രേഡ് മതി നമുക്ക് ഒരു ദിവസം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട്. ഓവർ ട്രേഡ് പലപ്പോഴും നമുക്ക് ലോസിലേക്ക് കൊണ്ടു ചെല്ലിക്കാനുള്ള ഒരു പ്രോബബിലിറ്റി കൂടുതലാണ്, ലോസിൽ എത്തിച്ചേരാനായിട്ടുള്ള. അതുകൊണ്ട് തന്നെ ഓവർ ട്രേഡ് അതെല്ലാം കറക്റ്റ് എൻട്രികളാണെങ്കിൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റിൽ എത്തുകയുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റും കൂടി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഗ്രൂപ്പിലുള്ള ചാനലിലുള്ള ഏകദേശം ഒരു 70% ആളുകളും ഒരു TP1, TP2 എക്സിറ്റ് ആയി പോകുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ഹൈ ക്യാപിറ്റൽ വെച്ച് നല്ല രീതിയിൽ ലോങ് വെയിറ്റ് ചെയ്യുന്ന TP4 വരെ വെയിറ്റ് ചെയ്യുകയും അതിനുശേഷവും വെയിറ്റ് ചെയ്യുന്ന ട്രയൽ SL ഒക്കെ കൊടുത്ത് വെയിറ്റ് ചെയ്യുകയും നല്ല പ്രോഫിറ്റ് എടുക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ TP4 വരെയൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ വെയിറ്റ് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ SL അല്ലെങ്കിൽ ഹൈ പ്രോഫിറ്റോ ആയിരിക്കും. അതായത് നമുക്ക് ഒരു കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഒരു 0.01 ലോട്ട് സൈസ് നമുക്ക് TP4 വരെ വെയിറ്റ് ചെയ്യാനും പിന്നെ അതിനുശേഷം വെയിറ്റ് ചെയ്യാനും അതിനുശേഷം നമുക്ക് ഒരു ട്രയൽ SL ഒരുപാട് മൂവ്മെന്റ് ഉള്ള ഒരു ഇതാണെങ്കിൽ നമുക്ക് ട്രയൽ SL വെച്ച് കഴിഞ്ഞാലും നമുക്ക് കോസ്റ്റോ അല്ലെങ്കിൽ കുറച്ച് പ്രോഫിറ്റിലോ നമുക്ക് ട്രേഡ് ക്ലോസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ റിസ്ക് നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ചെറിയ ലോട്ട് സൈസ് വെയിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ബാക്കിയൊക്കെ പ്രോഫിറ്റിൽ ബുക്ക് ചെയ്യുക. അപ്പം നമുക്ക് നല്ല പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒരു TP1 പോലും ഹിറ്റ് ആകാത്തതിൽ നമ്മൾ റിക്കവറി സിഗ്നൽ കൊടുക്കും. റിക്കവറി സിഗ്നലിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എത്ര ലോട്ട് സൈസ് എടുത്തിട്ടാണോ നമുക്ക് ലോസ് വന്നിട്ടുള്ളത്, സെയിം ലോട്ട് സൈസ് എടുത്ത് ലോങ് വെയിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ആ ഒരു ലോസ് നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അത് പ്രത്യേകം നോട്ട്. ചിലപ്പം നമ്മൾ റിക്കവറി സിഗ്നൽ എടുക്കാൻ പേടിച്ചിട്ട് ലോസ് ക്ലിയർ ആകാതെ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് റിക്കവറി സിഗ്നൽ തരുമ്പോഴും മസ്റ്റായിട്ടും നമ്മളത് എടുക്കേണ്ടതായിട്ട് ഉണ്ട്. ഇപ്പൊ നമുക്കൊരു $50 ഒക്കെ ഉണ്ടെങ്കിലും എൻ്റെ സിഗ്നൽ വെച്ചിട്ട് ഒരു 0.01 ലോട്ട് സൈസ് എടുക്കാൻ പറ്റും. കാരണം SL എന്ന് പറയുന്നത് ഏകദേശം ഒരു 10 അല്ലെങ്കിൽ 13 ആയിരിക്കും. അല്ലെങ്കിൽ അതിൽ കൂടുതൽ വെക്കുന്നുണ്ടെങ്കിൽ അത് ഹിറ്റ് ആവില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ വെക്കുക. ഇനി അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചങ്ങ് മൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ SL വീണ്ടും ചേഞ്ച് ചെയ്തിട്ട് റിസ്കിനെ നമ്മൾ മാനേജ് ചെയ്യുന്നതാണ്. അപ്പൊ ഏകദേശം നമുക്ക് എല്ലാ ദിവസവും നമുക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഓവറോൾ ഒരു മന്ത് എടുക്കുന്ന സമയത്ത് നമ്മളുടെ സിഗ്നൽ പ്രകാരം
നമുക്ക് ഓവറോൾ പ്രോഫിറ്റ് ആയിരിക്കും ലഭിക്കുന്നത്. ഇതാണ് VIP ചാനലിൽ കൊടുക്കുന്ന ഒരു സിഗ്നലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പുതിയതായി തുടങ്ങിയ മറ്റൊരു ചാനൽ എന്റെ പ്രോപ്പർ ഫോളോ ചെയ്യാതെയും റിക്കവറി സിഗ്നൽ എടുക്കാതെയും ലോസ് വന്നവർക്ക് റിക്കവർ ചെയ്യാനായിട്ട് ഒരു റിക്കവറി ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട്. അതായത് പ്രോപ്പർ ആയിട്ട് അവരത് ഫോളോ ചെയ്യാതെ അവർക്ക് നമ്മുടെ സിഗ്നൽ വഴി ലോസ്, അതായത് ഒരു ലോസ് വന്നു, റിക്കവറി കൊടുക്കുമ്പോൾ അതും എടുക്കുന്നില്ല, അതും പ്രോപ്പർ ആയിട്ട്, അല്ലെങ്കിൽ ലോസ് വന്ന ലോട്ട് സൈസിനേക്കാൾ കുറഞ്ഞ ലോട്ട് സൈസിൽ എടുക്കുമ്പോൾ വീണ്ടും അത് റിക്കവർ ആകാതിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു VIP നമ്മൾ ഒരു റിക്കവറി ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ സ്ലോലി നല്ല സിഗ്നൽസ് കൊടുത്ത് പതിയെ ആ ലോസ് റിക്കവർ ചെയ്യാമെന്നുള്ള ഒരു ഇന്റൻഷനോട് കൂടിയാണ് അതിൽ തുടങ്ങിയിട്ടുള്ളത്. അത് കുറച്ച് ആളുകളെ അതിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എക്സ്ട്രാ സിഗ്നൽ കൊടുത്ത് പതിയെ നമ്മൾ അത് റിക്കവർ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ പുതിയതായി നമ്മൾ തനിയെ ട്രേഡ് ചെയ്ത് ലോസ് ഒരുപാട് വരുത്തിയിട്ടുള്ള ആൾക്കാർക്ക് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ചാനൽ കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മളുടെ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യും. ഒരു 2-3 സിഗ്നലൊക്കെ ഒരു ദിവസം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതിൽ കിട്ടുന്ന പ്രോഫിറ്റിന്റെ 20% ആണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. 20% നമ്മൾക്ക് ഷെയർ ചെയ്യുക, 80% ക്ലയൻസ് എടുക്കുക. അങ്ങനെ താല്പര്യമുള്ളവർക്ക് അതിലും കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മളുടെ VIP സിഗ്നൽ ഇതിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിഗ്നൽ കൊടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം ഇന്ത്യൻ ടൈം 6:30 AM തൊട്ട് 11:30 PM നമ്മൾ സിഗ്നൽ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മാക്സിമം സിഗ്നൽ മിസ്സാകാതെ നോക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് നമ്മളുടെ ക്യാപിറ്റലിന് അനുസരിച്ചിട്ടുള്ള ലോട്ട് സൈസ് മാത്രം എടുക്കുക. അതുപോലെ തന്നെ മാക്സിമം ഒരു TP1 TP2 തന്നെ എക്സിറ്റ് ആവാനായിട്ട് ശ്രമിക്കുക. TP4 വെക്കുന്നുണ്ടെങ്കിലും ചെറിയ ലോട്ട് സൈസ് മാത്രം ഹോൾഡ് ചെയ്തിട്ട് ചെയ്യുക. കറക്റ്റ് SL കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക്കലി നമ്മൾ ട്രേഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ട്രേഡിങ് വളരെ ഈസിയാണ്, വളരെ നന്നായി മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. VIP ജോയിൻ ചെയ്യുന്നവർ കോൺടാക്ട് ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്താൽ നമുക്ക് VIP ജോയിൻ ചെയ്യാം. മറ്റ് പ്രോഫിറ്റ് ഷെയറിംഗ് ചാനലിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് അതിനും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡെയിലി നമ്മൾ മോർണിംഗ് മൺഡേ ടു ഫ്രൈഡേ XISTയുടെ ട്രെൻഡിനുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും ആ വീഡിയോ കണ്ടിട്ട് മാത്രം ട്രേഡ്സ് എടുക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.